കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കദാചന. ഫലം ലക്ഷ്യമാക്കാതെ തൻ്റെ കടമകൾ പൂർണ്ണ ഉത്തരവാദിത്തോടെ നിർവഹിക്കുക എന്ന ഭഗവത്ഗീതാ തത്വം അക്ഷരം പ്രതി ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരാളുണ്ട് നമുക്കിടയിൽ. മറ്റൊരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ കുതിപ്പിന് വളരെ ശാന്തമായി ഇന്ധനം പകരുന്ന ഭരണാധികാരി. അതാണ് നമ്മുടെ റെയിൽവേ വാർത്താവിനിമയ IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക പദവികൾ പോലും വേണ്ടെന്ന് വെച്ച് രാഷ്ട്ര നിർമ്മാണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ ഇന്ന് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അശ്വിനി വൈഷ്ണവ് എന്ന പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ചയാകുന്നത്? നമുക്ക് പരിശോധിക്കാം. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനനം. IIT കാൺപൂർ, വാൾട്ടൺ സ്കൂൾ ഓഫ് പെൻസിൽവാനിയ എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം. 1994 ബാച്ച് IAS ഓഫീസർ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം ഡെപ്യൂട്ടി സെക്രട്ടറി. ഒപ്പം വൻകിട കമ്പനികളിലെ പ്രവൃത്തി പരിചയം. ഈ കരിയറിലെല്ലാം ഉപരിയായി 2019 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് രാജ്യത്തെ മാറ്റിമറിക്കാനായിരുന്നു. റെയിൽവേയുടെ കാര്യമെടുത്താൽ തലങ്ങും വിലങ്ങും പരന്നുകിടക്കുന്ന 69,439 കിലോമീറ്റർ റെയിൽപാത, ദിവസേന ഓടുന്ന ആയിരക്കണക്കിന് ട്രെയിനുകൾ, ലക്ഷക്കണക്കിന് ജീവനക്കാർ. ഈ മഹാശൃംഖലയെ നയിക്കാൻ ചില്ലറക്കാരനല്ല അശ്വിനി വൈഷ്ണവ്. ചരിത്രത്തിൽ ആദ്യമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വികസനത്തിൻ്റെ ചൂളം വിളി എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായി റെയിൽ ശൃംഖലയുടെ ഭാഗമായി. ഇതിനായി ബജറ്റ് വിഹിതം 5 മടങ്ങായാണ് വർദ്ധിപ്പിച്ചത്. ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളിലേക്കുമുള്ള റെയിൽ കണക്ടിവിറ്റി പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇവിടം കൊണ്ടും തീരുന്നില്ല റെയിൽവേയുടെ വിസ്മയങ്ങൾ. 1. ബിലാസ്പൂർ മണാലി ലേ റെയിൽപാത. 489 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതി ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊജക്റ്റാണ്. പൂർത്തിയാകുമ്പോൾ ചൈനയുടെ ക്യുങ്ഹായ് ടിബറ്റ് റെയിൽവേയുടെ റെക്കോർഡ് തകർത്ത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ലൈനായി മാറും. സമുദ്രനിരപ്പിൽ നിന്ന് 5360 മീറ്റർ ഉയരത്തിലൂടെ പോകുന്ന ഈ പാത സൈന്യത്തെ അതിവേഗം അതിർത്തിയിലെത്തിക്കാൻ തന്ത്രപരമായി വളരെ നിർണായകമാണ്. അതിശൈത്യവും കുറഞ്ഞ ഓക്സിജനും ഉള്ളതിനാൽ വിമാനങ്ങളിലേതുപോലെ കൃത്രിമ വായു സമ്മർദ്ദമുള്ള കോച്ചുകളാണ് ഇവിടെ സജ്ജമാക്കുന്നത്. 2. ചെനാബ് റെയിൽ പാലം. കശ്മീർ താഴ്വരയെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഇന്ന് ഒരു ലോകാത്ഭുതമാണ്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിലാണ് ചെനാബ് നദീതടത്തിന് മുകളിൽ ഇത് തലയുയർത്തി നിൽക്കുന്നത്. 266 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റിനെയും ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ പാലത്തിന് 120 വർഷത്തെ ആയുസ്സാണ് ഉള്ളത്. ഒരു കാലത്ത് ഇത് അസാധ്യം എന്ന് കരുതിയവയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു കാലത്ത് കാശ്മീർ എന്ന് കേട്ടാൽ ലോകത്തിന് മുന്നിലുള്ള ചിത്രം മറ്റൊന്നായിരുന്നു. എന്നാൽ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. അതിർത്തി പ്രദേശങ്ങളെ വികസിപ്പിക്കേണ്ടതില്ല എന്നതായിരുന്നു മുൻ നയം. എന്നാൽ ഇന്ന് അതിർത്തി പ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ കൊടിയടയാളമായി മാറുകയാണ്. യാത്രാസമയം കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി വൻതോതിലുള്ള മാറ്റങ്ങളാണ് ട്രാക്കുകളിൽ നടക്കുന്നത്. ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്ററിൽ നിന്ന് 160 കിലോമീറ്ററിലേക്ക് ഉയർത്തി. കൂട്ടിയിടികൾ ഒഴിവാക്കാൻ കവച് സാങ്കേതിക വിദ്യയും കാട്ടാനകളുടെ ജീവൻ രക്ഷിക്കാൻ ഗജരാജ് AI സംവിധാനവും വന്നു. വന്ദേ ഭാരത് സർവീസുകൾ 164 നിന്ന് 2030 800 ഉയർത്താൻ പോകുന്നു. ഉടൻ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ട്രാക്കിലെത്തും. സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകൾ. നഗരങ്ങളെ ബന്ധിപ്പിച്ച് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ചരക്ക് നീക്കത്തിനായി ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. വാഗ് 12 അതായത് 12,000 ഹോഴ്സ് പവറുള്ള എഞ്ചിനുകൾ. ഒടുവിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹൈഡ്രജൻ ട്രെയിൻ സർവീസും. ജപ്പാൻ സഹകരണത്തോടെയുള്ള രാജ്യത്തെ ആദ്യ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി 2027 യാഥാർത്ഥ്യമാകും. റെയിൽവേ മാത്രമല്ല, IT മന്ത്രാലയത്തിന് കീഴിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും വിസ്തൃതവുമായ 5G ശൃംഖല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജ്യവ്യാപകമാക്കി. ഇന്ത്യയെ ആഗോള ചിപ്പ് നിർമ്മാണ ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട്
ഗുജറാത്തിലും അസമിലും സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് തുടക്കമിട്ടു. ഡിജിറ്റൽ സുരക്ഷയ്ക്കായി ചരിത്രപ്രധാനമായ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം പാസാക്കി. ആപ്പിളിന്റെ ഐഫോൺ നിർമ്മാണം ഉൾപ്പെടെയുള്ളവ ഇന്ത്യയിലേക്ക് എത്തിയതോടെ രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാണ ഹബ്ബായി മാറി. ചുരുക്കത്തിൽ, ലഭ്യമായ പരിമിതമായ സമയത്തിനുള്ളിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കി ഇന്ത്യയുടെ ഭാവി മാറ്റിയെഴുതിയ ഭരണകർത്താക്കളുടെ മുൻനിരയിലായിരിക്കും അശ്വിനി വൈഷ്ണവ് എന്ന പേര് അടയാളപ്പെടുത്തുക.